Dear students, welcome back to English class. Our new lesson, Listen to the Mountain, written by Kaveri Nambishan, is a play. നമ്മുടെ പുതിയ പാഠഭാഗമായിട്ടുള്ള കാവേരി നമ്പീശൻ എഴുതിയിട്ടുള്ള ലിസൺ ടു ദ മൗണ്ടൻ അതൊരു നാടകമാണ്. എബൌട്ട് ദ പ്ലേ, നാടകത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഓൾ ഓഫ് us ആർ റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്റ്റ് അവർ മദർ എർത്ത്. നമ്മുടെ അമ്മയായിട്ടുള്ള ഭൂമിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. Unfortunately, we compete with one another to destroy our nature. നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. This play of Kaveri Nambishan is an eye-opener to all those who cause serious damage to the environment. കാവേരി നമ്പീശൻ്റെ ഈ നാടകം പ്രകൃതിയെ നശിപ്പിക്കുന്നവരുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. The play is about the construction of a 5-star hotel on a mountain in the village of ധർമ്മഗിരി. ധർമ്മഗിരി വില്ലേജിലുള്ള ഒരു മൗണ്ടനിൽ ഒരു 5-star ഹോട്ടൽ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ നാടകത്തിൽ പറയുന്നത്. ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ, നാടകത്തിലെ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗ്രാൻഡ് മദർ നാരായൺ, സ്കൂൾ ഹെഡ് മാസ്റ്റർ, സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള നാരായൺ. രാമണ്ണ, ടീ ഷോപ്പ് ഓണർ, ചായക്കടക്കാരനായിട്ടുള്ള രാമണ്ണ. ശാസ്ത്രി കണ്ണൻ രുദ്രപ്പ, വില്ലേജ് മാൻ, വില്ലേജിലെ ആളുകളായിട്ടുള്ള ഗ്രാമത്തിലെ ആളുകളായിട്ടുള്ള ശാസ്ത്രി കണ്ണൻ രുദ്രപ്പ. സാഗർ, ബിൽഡിംഗ് കോൺട്രാക്ടറായിട്ടുള്ള സാഗർ ദീക്ഷിത്. മില്ലനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ്, ലക്ഷപ്രഭുവായിട്ടുള്ള ഒരു വ്യവസായി ദീക്ഷിത്. ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മുടെ നാടകത്തിലുള്ളത്. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ഈ നാടകം നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപ്പിക്റ്റിംഗ് എ നേച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പർവ്വതങ്ങളും മരങ്ങളും ഒരു പുഴയും അടങ്ങുന്ന പ്രകൃതി രമണീയമായ നാട്ടിൻ പുറക്കാഴ്ചയാണ്. സീൻ 1 and 4 ആർ ഇനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കേർട്ടൻ. നാടകത്തിൽ 5 സീനുകളുള്ളതിൽ 1-ാമത്തെയും 4-ാമത്തെയും സീനുകൾ കർട്ടന് മുമ്പിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. ഈ സീനുകളിൽ കർട്ടൻ ഉയർത്തുന്നില്ല. കർട്ടൻ റൈസസ് ഫോർ സീൻ 2, 3 and 5. 2, 3, 5 സീനുകളാവുമ്പോഴാണ് കർട്ടനുകൾ ഉയർത്തിക്കൊണ്ട് നാടകത്തിലെ ക്യാരക്ടേഴ്സ് അവർ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുവരെ 2 സീനുകളിൽ കർട്ടൻ ഉയർത്തുന്നില്ല. സീൻ 1 കർട്ടൻ്റെ മുമ്പിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. Grandmother appears from stage right, hobbles to the center in front of the curtain and speaks to the audience in a slow, deliberate voice. ഗ്രാൻഡ്മദർ സ്റ്റേജിൻ്റെ വലതുവശത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നു. മുടന്തി സ്റ്റേജിന് നടുവിലേക്ക് വരുന്നു. കർട്ടൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഓഡിയൻസിനോട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സാവധാനം സംസാരിക്കുന്നു. ഹോബിൾ മീൻസ് ടു വാക്ക് ഇൻ എൻ അൺഇവൻ മാനർ. ലിംബ്, മുടന്തി നടക്കുന്നതിനെയാണ് ഹോബിൾ എന്ന് പറയുന്നത്. ഗ്രാൻഡ്മദർ, ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ്മദർ. ഗ്രാൻഡ്മദർ ഓഡിയൻസിനോടായി പറയുന്നു, ഞാനൊരു മുതുമുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദ സെഞ്ചുറി വെൻ ദർ വെയർ നോ മോട്ടോ കാർസ്, നോ എയ്റോപ്ലെയിൻ, നോ ടെലിവിഷൻ, നോ മൂവീസ് ആൻഡ് മച്ച് ലെസ് നോയ്സ്. പോസ്. ഞാൻ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ജനിച്ചത്. ആ കാലഘട്ടത്തിൽ മോട്ടോർ കാറുകളോ എയ്റോപ്ലെയിനോ ടിവിയോ സിനിമയോ കൂടുതൽ ശബ്ദ കോലാഹലങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഒരു സംസാരം കുറച്ച് നേരത്തേക്ക് നിർത്തുന്നു. പോസ് മീൻസ് സംസാരം ഒന്ന് നിർത്തുന്നു. ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്, മാരീഡ്, ഹാഡ് മൈ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഞാൻ ഇവിടെയാണ് ജനിച്ചത്, ഇവിടെ തന്നെയാണ് വളർന്നതും. ഞാൻ ഇവിടെ വെച്ചു തന്നെയാണ് എൻ്റെ കല്യാണം കഴിച്ചതും കുട്ടികളുണ്ടായതും പേരക്കുട്ടികളുണ്ടായതും അവരുടെ കുട്ടികൾ, അതായത് പേരക്കുട്ടികളുടെ കുട്ടികളുണ്ടായതും ഇവിടെ വെച്ച് തന്നെയാണ്. ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി. ഇവിടെ ഈ ഗ്രാമത്തിൽ ധർമ്മഗിരി താഴ്വരയിലാണ് ഞാൻ ജീവിച്ചത്. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേഡ്സ്, ആനിമൽസ്, ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഇവിടുത്തെ പുഴയും മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ എൻ്റെ കൂട്ടുകാരാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് ബട്ട് എ ഹാപ്പി വൺ. എൻ്റെ ജീവിതം ബുദ്ധിമുട്ടുള്ളതായിരുന്നു, എങ്കിലും അവിടെ സന്തോഷമുണ്ടായിരുന്നു. പോസസ്, വീണ്ടും സംസാരം ഒന്ന് നിർത്തുന്നു.
നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇപ്പോൾ എൻ്റെ വയസ്സ് ഏകദേശം 90-നടുത്തായിട്ടുണ്ട്. മൈ ഗ്രാൻഡ് സൺ ഇസ് എ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഹീ കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. എൻ്റെ പേരക്കുട്ടി നാരായണൻ അവിടുത്തെ സ്കൂളിലെ ഹെഡ് മാഷാണ്. അവൻ എൻ്റെ അടുത്തേക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുമായി വന്നു. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് ആ വാർത്ത എന്താണെന്ന് പറയട്ടെ? വെയിറ്റ്, ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ്. കാത്തിരിക്കൂ, എന്താണ് നടന്നതെന്ന് നിങ്ങൾ കാണുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതും പറഞ്ഞ് മുടന്തി അവൾ സ്റ്റേജിന് പുറത്തേക്ക് പോകുന്നു. എൻ്റർ നാരായണൻ ഫ്രം വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദ അതർ. സ്റ്റേജിൻ്റെ ഒരു വശത്തു നിന്ന് നാരായണനും മറുവശത്തു നിന്ന് സാഗറും കയറി വരുന്നു. ദേ മീറ്റ് സെൻട്രൽ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. രണ്ടുപേരും സ്റ്റേജിൻ്റെ നടുവിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടി അഭിവാദ്യം ചെയ്യുന്നു. നാരായണൻ, വെൽക്കം ടു അവർ വില്ലേജ്. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. നാരായണൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഞാനിവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ് ടു മീറ്റ് യു. ഞാൻ സാഗർ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നാരായണൻ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ? എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ വരുന്നുണ്ടോ സാഗർ എന്ന് നാരായണൻ ചോദിച്ചു. രാമണ്ണസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്, പ്ലീസ് കം. ഈ റോഡിൻ്റെ മറുവശത്താണ് രാമണ്ണയുടെ ചായക്കട, ദയവായി എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. സാഗർ, താങ്ക് യു. ദേ ലീവ് ടുഗദർ. താങ്ക് യു എന്ന് സാഗർ പറഞ്ഞ് അവർ രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സീൻ 2. കർട്ടൻ റൈസസ്. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്, സ്മോൾ ചിയർഫുൾ ഹോട്ടൽ വിത്ത് 2 ടേബിൾസ് ആൻഡ് സെവറൽ ചെയേഴ്സ്. രണ്ടാമത്തെ സീൻ, കർട്ടൻ തുറക്കുന്നു. സീൻ 2-ൽ കാണിക്കുന്നത് രാമണ്ണയുടെ ചായക്കടയാണ്. ചെറിയ നല്ല സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലം. 2 മേശയും ധാരാളം കസേരയും അവിടെ ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ, ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിംഗ്, കോൺവെർസേഷൻ ഓപ്പൺസ്, മ്യൂസിക് ഫേഡ്സ്. രാമണ്ണയുടെ ക്യാഷ് കൗണ്ടറിനടുത്ത് റേഡിയോയിൽ നിന്ന് ലൈറ്റ് ഫിലിം മ്യൂസിക് പുറത്തു വരുന്നു. സംഭാഷണം തുടങ്ങുമ്പോൾ മ്യൂസിക്കിൻ്റെ ശബ്ദം താഴ്ന്നു പോകുന്നു. സാഗർ, സിറ്റിംഗ്. യെസ്, താങ്ക് യു. ഐ വിൽ ഹാവ് ടീ. മൂഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ, യു നോ. സാഗർ ഇരുന്നു കൊണ്ട് ചായ കുടിക്കാൻ തന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ചായ കുടിക്കാം. നിങ്ങൾക്കറിയുമോ, ഈ ഗ്രാമത്തിലേക്ക് ഞാൻ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിന് പുറകിലായി ഞാൻ ഒരു വീട് വാടകയ്ക്കെടുത്തു. ബിറ്റ് പ്രിമിറ്റീവ്, ബട്ട് ഇറ്റ് വിൽ ഡു. ലോവ്സ്. ഐ എം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗുഡ്നസ്. കുറച്ച് പ്രാകൃതമായ മുറിയാണ്, എന്നിരുന്നാലും അതുമതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ചിരിച്ചുകൊണ്ട് പറയുന്നു. ദൈവത്തിന് നന്ദി, ഞാനിവിടെ 6 മാസത്തേക്കല്ലേ ഉള്ളൂ. പ്രിമിറ്റീവ് മീൻസ് ബിലോങ്ങിങ് ടു ആൻ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ക്രൂഡ്, അപരിഷ്കൃതമായ. മുറിയെക്കുറിച്ച് പറഞ്ഞതാണ്, അപരിഷ്കൃതമായ പ്രാകൃതമായ മുറിയാണെന്ന്. രാമണ്ണ, ക്യൂരിയസ്ലി, വൈ 6 months? ഹാവ് യു കം ഓൺ യുവർ ബിസിനസ്? രാമണ്ണ ജിജ്ഞാസയോടുകൂടി ചോദിച്ചു. എന്തുകൊണ്ടാണ് 6 മാസം? നിങ്ങളിവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വന്നതാണോ? സാഗർ, വിത്ത് എ സ്നീർ, യാ, വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? സാഗർ പുച്ഛഭാവത്തിലുള്ള ഒരു ചിരിയോടുകൂടി ചോദിച്ചു. ബിസിനസ്സിനല്ലാതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ എന്തിനു വരണം? സ്നീർ മീൻസ് ടു സ്മൈൽ കണ്ടംപ്റ്റുവസ്ലി. പുച്ഛഭാവത്തിലുള്ള ചിരി. വി ആർ ബിൽഡിങ് എ ഹോട്ടൽ ഹിയർ, എ 5-star ഹോട്ടൽ. ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ പണിയാൻ പോകുകയാണ്, ഒരു 5-നക്ഷത്ര ഹോട്ടൽ. രാമണ്ണ, സർവിങ് ടീ, എ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്? ചായ കൊടുക്കുന്നതിനിടയിൽ രാമണ്ണ ചോദിച്ചു. 5-star ഹോട്ടലോ, ഞങ്ങളുടെ ഗ്രാമത്തിലോ? സാഗർ പ്രൗഡ്ലി, യാ, എ ഫാബുലസ് മൾട്ടി-സ്റ്റോറിഡ് ഹോട്ടൽ, 300 rooms, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ, ദ വർക്ക്സ്. സാഗർ അഭിമാനത്തോടു കൂടി പറയുന്നു. അതിമനോഹരമായ ബഹുനില കെട്ടിടം, 300 മുറികളും, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്ബും, വീഡിയോ തിയേറ്ററുകളും മറ്റു സൗകര്യങ്ങളൊക്കെയുള്ള ഒന്നാണ് പണിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. നാരായൺ, സർപ്രൈസ്, ബട്ട് ഔർ ഈസ് എ സ്മോൾ വില്ലേജ്, ഓൺലി 500 people live here.
നാരായണൻ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നു, ഞങ്ങളുടേത് ഒരു ചെറിയ ഗ്രാമമാണ്, 500 പേര് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? 300 മുറികളുള്ള ഹോട്ടൽ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത്? സാഗർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്, വില്ലേജ് ഫോക്ക് ദേ ആർ ഡംപ്. സാഗർ ഓഡിയൻസിനോടായി പറയുന്നു, വില്ലേജ് പീപ്പിൾ, ഗ്രാമീണ ജനങ്ങൾ, അവർ പൊട്ടന്മാരാണ്. ഡംപ് എന്ന് പറയുന്നത് ചെവി കേൾക്കാത്തവർ, പൊട്ടന്മാർ. ടു നാരായണൻ, ടൂറിസം മാൻ, ടൂറിസം. അതിനുശേഷം നാരായണനോടായി പറയുന്നു, ടൂറിസം അതിനു വേണ്ടിയിട്ടാണ്, ധാരാളം ടൂറിസ്റ്റുകൾ വരും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് പണിയുന്നത്. റൈസസ് ഫ്രം ദ ചെയർ, ടോക്സ് ഇൻ എൻ എക്സൈറ്റഡ് വോയിസ്. ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്നു. ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. ഇത് മനോഹരമായൊരു ഗ്രാമമാണ്, ഒരു താഴ്വരയ്ക്ക് നടുവിലുള്ള ഒരു ഗ്രാമം. ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. നിങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ലീനായ നദിയാണ്. സ്വീപ്പ് ഹിസ് ആംസ് ആസ് ഹി സ്പീക്സ്. കൈകൾ വീശിക്കൊണ്ട് സംസാരിക്കുന്നു. ആൻഡ് അപ്പ് ദ ധർമ്മഗിരി മൗണ്ടൻ, സച്ച് എ ഗോർജിയസ് ബർത്ത് ടേക്കിംഗ് വ്യൂ. ധർമ്മഗിരി മൗണ്ടന് മുകളിലുണ്ടല്ലോ വളരെ മനോഹരമായ, ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചയാണുള്ളത്. ഗോർജിയസ് മീൻസ് ഡേസിലിംഗ്ലി ബ്യൂട്ടിഫുൾ, അതിമനോഹരമായ. ദ വാട്ടർഫാൾസ്, ദ ട്രീസ്, ദ വൈൽഡ് ലൈഫ്, മാർവലസ്, സിംപ്ലി മാർവലസ്. വെള്ളച്ചാട്ടം, മരങ്ങൾ, വന്യജീവികൾ എല്ലാം മനോഹരം, മാർവലസ് ആണ്, സിംപ്ലി മാർവലസ്. The plan is to build a 5-star hotel right there on top of ധർമ്മഗിരി, overlooking your village. ധർമ്മഗിരി കുന്നിൻ്റെ മുകളിൽ ഒരു 5-star ഹോട്ടൽ നിർമ്മിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ, പദ്ധതി. നിങ്ങളുടെ വില്ലേജിലെ കാഴ്ചകളെല്ലാം കാണാവുന്ന രീതിയിൽ. പോയിൻറ്റ്സ് ടു ദ മൗണ്ടൻ, ഫാൻറ്റാസ്റ്റിക്. കുന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, മനോഹരം അല്ലേ? നാരായൺ ഷോക്ക്ഡ്, ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ ബിൽറ്റ് 300 years ago. നാരായൺ ഞെട്ടിക്കൊണ്ട് പറയുന്നു, ധർമ്മഗിരി കുന്നിൽ ആകെയുള്ള നിർമ്മിതി ആ ക്ഷേത്രമാണ്, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് പണിത ആ ക്ഷേത്രം. രാമണ്ണ, ദ മൗണ്ടൻ ഈസ് സേക്രഡ് ടു അസ്, ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദെയർ ഫ്ലോസ് ഡൗൺ ആൻഡ് സസ്റ്റെയിൻസ് അവർ ക്രോപ്സ്, അവർ ലൈഫ്സ്. ധർമ്മഗിരി കുന്ന് ഞങ്ങൾക്ക് പരിപാവനമാണ്. മാത്രമല്ല അവിടെ നിന്ന് ഒഴുകി വരുന്ന നദിയുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ കാർഷിക വിളകളെയെല്ലാം സംരക്ഷിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം തന്നെ സംരക്ഷിക്കുന്നത് ആ നദിയാണ്. സസ്റ്റെയിൻസ് മീൻസ് സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെ അർത്ഥം. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദെയർ? നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു ഹോട്ടൽ പണിയാൻ സാധിക്കുക? നാരായൺ, ദർ ഈസ് ഓൺലി എ നാരോ വൈൻഡിങ് പാത്ത് ടു ദ ടോപ്പ്, യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നാരായൺ പറഞ്ഞു, അവിടെ ഇടുങ്ങിയ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു വഴി മാത്രമേ മുകളിലേക്കുള്ളൂ. നിങ്ങളുടെ വാഹനങ്ങളെല്ലാം കുന്നിൻ മുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസസ് ഇൻക്ലൂഡിങ് മൈൻ വിച്ച് വെയർ അലോങ് ദ സ്ലോപ്പ്? അതുമാത്രമല്ല എൻ്റേതടക്കമുള്ള വീടുകൾക്ക് എന്ത് സംഭവിക്കും? അതെല്ലാം ആ കുന്നിൻ്റെ ചെരുവിലാണ്. സാഗർ, ദർ ഈസ് നത്തിങ് ടു വറി, ഐ ക്യാൻ ടെൽ യു. സാഗർ മറുപടി പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ നിങ്ങളോട് പറയാം. ദിസ് ഹോട്ടൽ ഈസ് ബീയിങ് ബിൽഡ് ബൈ ദിക്സിത്, ഹെഡ് ഓഫ് ഹിം, ദ മില്ലനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. ഈ ഹോട്ടൽ നിർമ്മിക്കുന്നത് ദിക്സിത് ആണ്, ഡൽഹിയിൽ നിന്നുള്ള മില്യനെയറായിട്ടുള്ള ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യവസായി. ദിക്സിത്തിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹി ഹാസ് ദ ഓക്കെ ഫ്രം ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച്ഡ് ദ ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. എൻ്റെ കമ്പനിയാണ് അത് പണിയാനുള്ള കോൺട്രാക്റ്റും നേടിയെടുത്തിട്ടുള്ളത്. ക്ലിഞ്ച് മീൻസ് ടു സക്സീഡ് ഇൻ വിന്നിങ് ഓർ അച്ചീവിങ് സംതിങ്, എന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിൽ വിജയിക്കുക. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. ഐ ഹാവ് കം ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ജോലികൾ തുടങ്ങാനാണ്. രാമണ്ണ അജിറ്റേറ്റഡ്, അരേ നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് ഇറ്റ്. രാമണ്ണ ആകെ അസ്വസ്ഥനായിക്കൊണ്ട്, അജിറ്റേറ്റഡ് ആയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിലെ ഒരാളോട് പോലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്, ഐ നോ ദേ വിൽ നോട്ട്. ഗ്രാമീണർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം അവർക്ക് ഇത് ഇഷ്ടമാവില്ലെന്ന്. സാഗർ ഹോട്ടിംഗ്ലി, ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്. സാഗർ അഹങ്കാരത്തോടു കൂടി പറയുന്നു, വിവരമില്ലായ്മയാണ് എൻ്റെ സുഹൃത്തെ, വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്. ഹോട്ടിംഗ്ലി മീൻസ് ഇൻ എ പ്രൗഡ് മാനർ, അഹങ്കാരത്തോടെ.
The village will not be harmed in any way. Can't you see? ഗ്രാമത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഒരു കുഴപ്പവും ഇതുണ്ടാക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? When we widen the road to go up the hill and make some tar road, some houses will naturally be knocked down. കുന്നിൻ്റെ മുകളിലേക്കുള്ള വഴി വീതി കൂട്ടുമ്പോൾ, അത് ടാറിട്ട റോഡാകുമ്പോൾ ചില വീടുകൾ സ്വാഭാവികമായും നശിപ്പിക്കപ്പെടും. നോക്ക് ഡൗൺ മീൻസ് തകർക്കപ്പെടുക, നശിപ്പിക്കപ്പെടുക. വി വിൽ കോമ്പൻസേറ്റ് ഹാൻഡ്സംലി, ഡോണ്ട് യു വെറി മാൻ. പക്ഷേ അതിനെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നഷ്ടപരിഹാരം നൽകും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തു തന്നെയുള്ള ആഡംബര ഹോട്ടലുകളിൽ മികച്ച ഒന്നായി ഇത് മാറും. ടൂറിസ്റ്റ് വിൽ പോർ ഇൻ ടു യുവർ വില്ലേജ്, എസ്പെഷ്യലി റിച്ച് വൺസ്. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകി വരും, പ്രത്യേകിച്ച് സമ്പന്നരായ ആളുകൾ. നാരായൺ ഡൗട്ട്ഫുള്ളി, വേർ ആർ ദ മെൻ ടു ബിൽഡ് യുവർ ഹോട്ടൽ? വേർ ഇസ് ദ മിഷനറി? നാരായണൻ സംശയത്തോടു കൂടി ചോദിച്ചു, ഹോട്ടൽ നിർമ്മിക്കുന്നതിനുള്ള ആളുകളൊക്കെ എവിടെ? അതിനുള്ള യന്ത്രസാമഗ്രികളൊക്കെ എവിടെയാണ്? സാഗർ ലോഫിംഗ്, ഇറ്റ് ഈസ് ഓൾ അറേഞ്ച്ഡ് മാൻ. സാഗർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സുഹൃത്തെ. ദിക്സിറ്റ് ഡസ് നോട്ട് വേസ്റ്റ് ടൈം, ഹി ഹാസ് ഇൻഫ്ലുവൻസ്. ദിക്സിറ്റ് സമയം ഒരിക്കലും വെറുതെ കളയില്ല. അദ്ദേഹത്തിന് സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹം വിചാരിച്ചാൽ എല്ലാം പെട്ടെന്ന് നടക്കും. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്, സ്നാപ്പ് ഹിസ് ഫിംഗേഴ്സ്. കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ വിരൽ ഞൊടിക്കുന്നു. ടുമാറോ ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെൻറ്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. നിർമ്മാണത്തിനാവശ്യമായ സിമൻറ്റും കട്ടകളും കമ്പികളും മാർബിളും എല്ലാമായിട്ടുള്ള ലോറികളും ട്രക്കുകളും നാളെ എത്തിച്ചേരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബറേഴ്സ് ഓഫ് കോഴ്സ്, എ ഫ്യൂ ഹൺഡ്രഡ്. ഞങ്ങൾ നൂറുകണക്കിന് തൊഴിലാളികളെയും കൊണ്ടുവരുന്നുണ്ട്. രാമണ്ണ, എ ഫ്യൂ ഹൺഡ്രഡ്, വേർ വിൽ ദേ സ്റ്റേ? രാമണ്ണ ചോദിക്കുന്നു, നൂറുകണക്കിന് തൊഴിലാളികളോ? അവരൊക്കെ എവിടെ താമസിക്കും? സാഗർ, വി വിൽ പുട്ട് അപ്പ് ടെമ്പററി ഡൊല്ലിങ്സ് ഫോർ ദം അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ. സാഗർ മറുപടി പറയുന്നു, അവർക്കെല്ലാം കുന്നിൻ്റെ താഴ്വരയിൽ തന്നെ താൽക്കാലികമായ താമസ സൗകര്യമൊരുക്കും. യു നോ ടെമ്പററി ഷാക്സ്? നോ പ്രോബ്ലം. താൽക്കാലിക കുടിലുകൾ കെട്ടും. അതൊന്നും ഒരു പ്രശ്നമല്ല. ടെമ്പററി ഷാക്സ് മീൻസ് ഹട്ട്, കുടിൽ. അവർക്ക് വേണ്ടി ഇവിടെ കുടിലുകൾ കെട്ടും. നാരായൺ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? നാരായൺ പറയുന്നു, നിങ്ങൾ പറയുന്നത് നിങ്ങളിവിടെ ഒരു ചേരി പ്രദേശമാക്കുമെന്നാണോ? സാഗർ ഷ്രഗിങ്, വെൽ ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ്ഡ് ടു മാൻ. ദേ ലീവ് ലൈക്ക് റാറ്റ്സ്, ഡോണ്ട് യു നോ? സാഗർ നിസ്സാരഭാവത്തിൽ ഷോൾഡർ ഉയർത്തിക്കൊണ്ട് പറയുന്നു, തൊഴിലാളികൾ അങ്ങനെ ജീവിച്ച ശീലമുള്ളവരാണവർ. അവരൊക്കെ എലികളെ പോലെ താമസിക്കും. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്നു. നാരായൺ അനോയ്ഡ്, മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. നാരായൺ ഇത് കേട്ട് അസ്വസ്ഥനായിക്കൊണ്ട് പറയുന്നു, മിസ്റ്റർ സാഗർ, ധർമ്മഗിരി കുന്നിനു മുകളിൽ ബിൽഡിംഗ് കെട്ടുക എന്ന നിങ്ങളുടെ പ്ലാനിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഐ വിഷ് വി ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫസ്റ്റ്. ഞങ്ങൾ ഗ്രാമീണരോട് ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ ദിക്സിറ്റ് ഷുഡ് ഹാവ് ആസ്ക്ഡ് us വാട്ട് വി ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. മിസ്റ്റർ ദിക്സിറ്റ് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഗ്രാമീണർക്ക് എന്താണ് തോന്നുന്നതെന്ന് അദ്ദേഹം തിരക്കേണ്ടതായിരുന്നു. സാഗർ കണ്ടംപ്റ്റുവസ്ലി, ഡോണ്ട് മേക്ക് മീ ലോഫ് മാൻ. സാഗർ പുച്ഛഭാവത്തിൽ, കണ്ടംപ്റ്റുവസ്ലി എന്ന് പറഞ്ഞാൽ പുച്ഛഭാവത്തിൽ മറുപടി പറയുന്നു, എന്നെ നിങ്ങൾ ചിരിപ്പിക്കല്ലേ സുഹൃത്തെ എന്ന് പറയുന്നു. മിസ്റ്റർ ദിക്സിറ്റ്, the millionaire owner of 2 dozen cinema houses, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. മിസ്റ്റർ ദിക്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? കോടാനുകോടീശ്വരനായിട്ടുള്ള ദിക്സിറ്റ് 2 ഡസൻ സിനിമാശാലകളുടെ ഉടമ, 5 ആഡംബര ഹോട്ടലുകൾ, 3 മരുന്ന് കമ്പനികൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ ഉടമ. മിസ്റ്റർ ദിക്സിറ്റ് who owns 5 mansions in different parts of the world. You want him to consult you? Poses. അങ്ങനെയുള്ള മിസ്റ്റർ ദിക്സിറ്റ് ലോകത്തിലെ പല ഭാഗത്തായി
5 ആഡംബര വീടുകൾ, കൊട്ടാരങ്ങളുള്ള അദ്ദേഹം വന്ന് നിങ്ങളോട് അനുവാദം ചോദിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പുച്ഛഭാവത്തോടു കൂടി സാഗർ ചോദിക്കുന്നു. എന്നിട്ട് സംസാരം അല്പം നിർത്തുന്നു. പോസസ്. ലുക്ക് മാൻ, ഇറ്റ് ഈസ് ഹിസ് മണി, ഹിസ് ഐഡിയ, ഹിസ് എഫേർട്ട്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. തുടർന്ന് പറയുന്നു, നോക്ക് സുഹൃത്തെ, ഇത് അദ്ദേഹത്തിൻ്റെ പണമാണ്, അദ്ദേഹത്തിൻ്റെ ആശയമാണ്, അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്. നിങ്ങൾ ഗ്രാമീണർക്ക് അതിലൊന്നും ചെയ്യാനില്ല. രാമണ്ണ റഫിൾഡ്. യു ഡു നോസ് വി സർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. ഇത് കേട്ട് രാമണ്ണ അസ്വസ്ഥനായിക്കൊണ്ട് പറയുന്നു. റഫിൾഡ് അസ്വസ്ഥനായിക്കൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചിലത് ചെയ്യാനുണ്ട് എന്ന് അസ്വസ്ഥനായിക്കൊണ്ട് രാമണ്ണ പറഞ്ഞു. കർട്ടൻ ഫോൾസ്. ഇതോടെ 2ാം രംഗം അവസാനിച്ചു. കർട്ടൻ വീഴുന്നു. Okay, my dear students, that's all for today. We can discuss the remaining things in the next class. Thank you.